ഏപ്രിൽ 2 ലോക ഓട്ടിസം ദിനമായി ആചരിക്കുന്നു. എന്താണ് ലോക ഓട്ടിസം ദിനം? സാധാരണ ജനങ്ങളിൽ ഓട്ടിസത്തിനെ പറ്റി ഒരു അവബോധം സൃഷ്ടിക്കാനും ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുമാണ് അന്താരാഷ്ട്ര തലത്തിൽ വേൾഡ് ഓട്ടിസം ഡേ ആയി ആചരിക്കുന്നത്. എന്താണ് ഓട്ടിസം? ഓട്ടിസം അഥവാ ASD, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, ഒരു സ്പെക്ട്രമാണത്. ദാറ്റ് ഈസ് എ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ. എന്താണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ? 3 പ്രധാന ലക്ഷണങ്ങളാണുള്ളത്. ഒന്ന്, സ്പീച്ച് ഡിലേ. കുഞ്ഞ് 9 മാസമായാലും ഒരു വാക്ക് പോലും പറയുന്നില്ല. കുഞ്ഞിൻ്റെ പേര് വിളിച്ചാൽ അത് റെസ്പോണ്ട് ചെയ്യുന്നില്ല. മുഖത്ത് പ്രത്യേകിച്ച് ഒരു ഭാവഭേദവും കാണിക്കുന്നില്ല. 2, സോഷ്യൽ മൈൽസ്റ്റോൺ ഡിലേ. കുഞ്ഞ് നമ്മുടെ മുഖത്തേക്കേ നോക്കുന്നില്ല. നമ്മളെക്കാട്ടിലും താല്പര്യം കുഞ്ഞിനെ ചുറ്റുമുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഓബ്ജക്ട്സിലായിട്ടാണ് കൂടുതൽ ഉത്സാഹം. പിന്നെ കുഞ്ഞ് മറ്റു കുഞ്ഞുങ്ങളുമായിട്ട് കളിക്കുകയോ ഇടപെടുകയോ ചെയ്യുന്നില്ല. കുഞ്ഞിൻ്റേതായ ഒരു ലോകത്താണ്, തന്നെയുള്ള കളി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം ഓട്ടിസത്തിൻ്റെ. 3ാമത്തത് റെപ്പറ്റേറ്റീവ് ബിഹേവിയർ. ഒരു കാര്യം തന്നെ പല പ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കുക. അതായത് എക്സാമ്പിൾ, ഒരു സ്വിച്ച് ഇടുവാണെങ്കിൽ ഇടുക, ഓഫ് ചെയ്യുക, ഇടുക, ഓഫ് ചെയ്യുക, ഇങ്ങനെ. അല്ലെങ്കിൽ കുറച്ച് ടോയ്സ് ഉണ്ടെങ്കിൽ അത് ഒരേ ലൈനിൽ ഇങ്ങനെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുക, ഒരേ പാറ്റേണിൽ. ചില കുട്ടികൾക്ക് ചില കളർ അത് തന്നെ വേണം, അല്ലെ ചില ഉടുപ്പുകൾ അത് തന്നെ ഫിക്സ് ചെയ്തിടും. അങ്ങനെ ഒരു റെപ്പറ്റേറ്റീവ് ബിഹേവിയറാണ്. ചില കുഞ്ഞുങ്ങൾക്ക് ഒരു എക്കൂലാലിയ എന്ന് പറഞ്ഞൊരു ഫിനോമിനൻ ഉണ്ട്. അതായത് നമ്മൾ കുഞ്ഞിനോട് ചോദിക്കുക എന്താണ് പേര് എന്ന് ചോദിച്ചാൽ കുഞ്ഞ് നമ്മളോട് തിരിച്ചത് തന്നെ ചോദിക്കും എന്താണ് പേര്. ഇങ്ങനെ ഈ 3 പ്രധാന ലക്ഷണങ്ങളാണ് ഓട്ടിസത്തെ കാണിക്കുന്നത്. ഇതിന് ഡയഗ്നോസ് ചെയ്യാൻ പ്രത്യേകിച്ച് ടെസ്റ്റുകളൊന്നുമില്ല. ബ്ലഡ് ടെസ്റ്റോ CT, MRI, EG ഇതൊന്നും അല്ല ഉപകരിക്കുന്നത്. നമ്മൾ എത്രയും പെട്ടെന്ന് ഈ ലക്ഷണങ്ങൾ കണ്ട് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇപ്പോൾ പുതിയൊരു ടേമും കൂടി ഉണ്ട്, വെർച്വൽ ഓട്ടിസം. അത് ഇതുമായിട്ട് കണക്റ്റഡ് അല്ല. വെർച്വൽ ഓട്ടിസവും നമ്മുടെ TV, മൊബൈൽ സ്ക്രീൻ ടൈം കൂടിയ ശേഷം പല കുഞ്ഞുങ്ങളിലും കണ്ടുവരുന്ന ഒരു ഫിനോമിനാണ് വെർച്വൽ ഓട്ടിസം. എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ? ഇതിന് പ്രത്യേകിച്ചൊരു കാരണം മിക്കവാറും ഉള്ളത് ഇഡിയോപ്പതിക് കോസസ് ആണ്. പിന്നെ ചില ജനിതക വൈകല്യങ്ങളിലും നമുക്ക് ഈ ഓട്ടിസം കാണാം. എന്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏർലി ഇൻ്റർവെൻഷൻ, ഏർലി ഡയഗ്നോസ് ചെയ്യുക, ഏർലി ആയിട്ട് പേരൻസ് തിരിച്ചറിയുക. എന്നിട്ട് നമുക്കൊരു സെറ്റ് ഓഫ് ആളുകളാണ് ഇതിൻ്റെ ഒരു പിന്നിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റായി തരുന്നത്. അതായത് ഓക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ചൈൽഡ് സൈക്കോളജിസ്റ്റ്, ഇവരെല്ലാവരും കൂടെ ചേർന്ന് കൂട്ടായ ഒരു തീരുമാനങ്ങളെടുത്ത് കുഞ്ഞിന് ഏർലി ഇൻ്റർവെൻഷൻ തെറാപ്പി കൊടുത്താണ് നമ്മൾ അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. സാധാരണ എന്ന് പറഞ്ഞാൽ ചില കുഞ്ഞുങ്ങൾക്ക് ചില ഏരിയാസിൽ നല്ല ഡെവലപ്മെൻറ്റ് കാണും. ചിലർക്ക് കമ്പ്യൂട്ടർ ആയിരിക്കും താല്പര്യം. ആ ഏരിയ അവൻ്റെ സ്കിൽ കണ്ടുപിടിച്ചിട്ട് അതിലോട്ട് നമ്മൾ അവരെ വഴിതിരിച്ച് വിടുകയാണെങ്കിൽ അവർ ആ ഒരു ഏരിയയിൽ ചിലപ്പം വളരെ നന്നായിട്ട് മുന്നോട്ട് പോകാറുണ്ട്.